നൂതന സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരം, പശ്ചാത്തല സംഗീതത്തിലെ ശോച്യാവസ്ഥ, ഒട്ടും നീതി പുലർത്താത്ത സംവിധാനം, അഭിനയത്തിലെ മിതത്വമില്ലാഴിക, ക്രിഞ്ചും ക്ലീഷയും നിറഞ്ഞ കഥയും തിരക്കഥയും. അതാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ദളപതി സിനിമ. ആന്റി ടെററിസ്റ്റ് ഓഫീസേഴ്സായ ഗാന്ധിയും സംഘവും ടെററിസ്റ്റ് അറ്റാക്കിനായി ഒരു ട്രെയിനിലേക്ക് എത്തുന്നിടത്തുനിന്നാണ് സിനിമയുടെ തുടക്കം. ആ ഫ്രെയിമുകൾക്ക് ആദ്യം ഒരു ഭംഗി നമുക്ക് തോന്നുമെങ്കിലും അവിടേക്ക് എത്തുമ്പോൾ തന്നെ AI സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം വെങ്കട് പ്രഭു അവിടെ ഉപയോഗിച്ചു തുടങ്ങും. അതുകൊണ്ട് തന്നെ ആക്ഷൻ സീക്വൻസുകൾക്ക് വേണ്ട പഞ്ചോ വേണ്ട ഒരു പ്രസൻസോ നമുക്ക് തോന്നുകയില്ല. അവിടെ നിന്ന് ആ ട്രെയിൻ അറ്റാക്കിങ് നടക്കുമ്പോൾ നായകനും സംഘവും വളരെ പണിപ്പെട്ട് രക്ഷപ്പെടുമ്പോൾ വില്ലൻ അവിടെ രക്ഷപ്പെടുമെന്ന് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഉറപ്പായി പറയും. അയാൾ വളരെ സിമ്പിളായി രക്ഷപ്പെടുമ്പോൾ നമുക്ക് മാസും അയാളോട് ആരാധനയും തോന്നുന്നത് സ്വാഭാവികമാണ്. പിന്നീട് അങ്ങോട്ട് സിനിമ നമ്മുടെ ഗാന്ധി എന്ന നായകൻ്റെയും അതുപോലെ തന്നെ കൂട്ടാളികളുടെയും കുടുംബത്തെയും അവരുടെ സാഹചര്യങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മുന്നേറുന്നത്. ട്രെയിൻ അറ്റാക്ക് കഴിഞ്ഞെത്തുന്ന നായകനും സംഘത്തിൻ്റെയും കൊച്ചു കൊച്ചു തമാശകൾ, അവരുടെ ഇടയിലുള്ള ചില സല്ലാപങ്ങൾ, മദ്യപാനം, ഇതൊക്കെ സിനിമ അങ്ങനെ വലിയ വികാസത്തിൽ വിവരിച്ചു കാണിക്കുന്നുണ്ട്. പിന്നീട് അവർ വീണ്ടും ഒരു ഓപ്പറേഷനായി കുടുംബസമേതം തായ്ലൻഡിലേക്ക് പറക്കുന്നു. അവിടെ എത്തുന്ന ഗാന്ധിയെയും കുടുംബത്തെയും ശത്രുക്കൾ വേട്ടയാടുന്നു. ആ സീൻ ഒരു ചേസിങ്ങിലൂടെയാണ് നമ്മുടെ മുൻപിലേക്ക് വരിക്കുന്നത്. അതിൽ തന്നെ സംവിധാനത്തിന്റെ പാളിച്ച എഴുന്നള്ളി നിൽപ്പുണ്ട്. രാത്രിയും പകലും ഒക്കെ ഉപയോഗിച്ചാണ് ആ ചേസിങ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പകൽ നടക്കുന്ന ഒരു വിഷയമായിട്ടാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ അത് കൂട്ടി യോജിപ്പിച്ച് വരുമ്പോൾ രാത്രിയിലെ സീനുകളൊക്കെ അതിൽ വരുന്നത് സന്തോഷ് പണ്ഡിറ്റ് സിനിമകൾ പോലും കുറച്ചുകൂടെ നിലവാരത്തിൽ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു എന്ന് നമ്മൾ സിനിമ കാണുമ്പോൾ ആലോചിച്ചു. അവിടെ നിന്ന് ഗാന്ധിക്ക് തൻ്റെ കുടുംബം നഷ്ടപ്പെടുന്നു. തൻ്റെ മകനെ അവിടെ വെച്ച് കാണാതാവുന്നു. ആ ഒരു തകർച്ചയുമായി ഗാന്ധി അന്വേഷിച്ചിറങ്ങുമ്പോൾ മകനെ തട്ടിക്കൊണ്ടുപോയ യുവതിയുടെയും അതുപോലെ മകൻ്റെയും കത്തിക്കരിഞ്ഞ മൃതശരീരം കാണാനിടയാവുന്നു. തകർന്നടിഞ്ഞ ഗാന്ധി ഈ ഒരു മാർഗമൊക്കെ ഉപേക്ഷിച്ച് ആൻറ്റി ടെററിസ്റ്റ് ഗ്രൂപ്പിൽ നിന്നൊക്കെ മാറി സ്വസ്ഥമായി വേറൊരു ജോലിയും ചെയ്ത് ഭാര്യയെ അകലെ ഇരുന്ന് കണ്ട് സങ്കടപ്പെട്ട് അങ്ങനെ ജീവിക്കുന്നു. അപ്പോഴാണ് ഗാന്ധിയെ വീണ്ടും ഈ ഓഫീസേഴ്സ് ഒരു ടാസ്ക് കൂടി ഏൽപ്പിക്കുന്നത്. അങ്ങനെ വിദേശത്തേക്ക് എത്തുന്ന ഗാന്ധി അവിടെ വെച്ച് അപ്രതീക്ഷിതമായി തൻ്റെ മകനെ കണ്ടുമുട്ടും. മകനുമായി ഇന്ത്യയിലേക്ക് എത്തുന്ന ഗാന്ധിയെ ആദ്യം നേരിടുന്നത് തൻ്റെ ബോസിൻ്റെ കൊലപാതകത്തിൻ്റെ വാർത്തയും അല്ലെങ്കിൽ ആ ഒരു ഞെട്ടലുമാണ്. പക്ഷെ അവിടെ വില്ലൻ മകൻ തന്നെയാണെന്ന് ഗാന്ധി തിരിച്ചറിയുന്നില്ല. പ്രേക്ഷകരെ തിരിച്ചറിയിച്ചുകൊണ്ട് വെങ്കട് പ്രഭു ഒരു ഇൻ്റർവൽ പഞ്ച് നൽകും. പിന്നീട് അങ്ങോട്ട് സിനിമ കുറച്ച് വേഗതയൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരും ഈ ഇഴച്ചിൽ അതേപടി തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് കിടക്കും. അവിടെ പിന്നീട് മകനും അപ്പനും തമ്മിലുള്ള ഫൈറ്റാണ്. അപ്പൻ അറിയുന്നില്ല മകനാണ് അപ്പുറത്ത് എതിർഭാഗത്ത് നിൽക്കുന്നത്. മകൻ എങ്ങനെയാണ് ആ ഒരു എതിർഭാഗത്തേക്ക് എത്തിയത് എന്നുള്ള ഫ്ലാഷ് ബാക്കാണ് പിന്നീട് സംവിധായകൻ വിവരിക്കുന്നത്. ആദ്യത്തെ ട്രെയിൻ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന വില്ലന് പക്ഷെ അവിടെ വെച്ച് സ്വന്തം കുടുംബത്തെയും സ്വന്തം ഭാര്യയും മക്കളെയും ഒക്കെ നഷ്ടപ്പെടും. അതിൻ്റെ റിവഞ്ചായി ഗാന്ധി എങ്ങനെയും തീർക്കാമെന്ന് വിചാരിക്കുന്ന വില്ലൻ ഗാന്ധിയെ പിന്തുടർന്ന് തായ്ലൻഡിലെത്തും. അവിടെ വെച്ച് മകനെ തട്ടിയെടുക്കുന്ന ഈ വില്ലൻ്റെ പേര് മേനോൻ എന്നാണ്. മേനോൻ പിന്നീട് തീരുമാനിക്കുന്നു ഈ മകനെ കൊല്ലാതെ തൻ്റെ ഒപ്പം നിർത്തി വളർത്തിയെടുത്ത് ഗാന്ധിക്കെതിരെ യുദ്ധം തുടങ്ങാമെന്ന്. അങ്ങനെ മകനെ വളർത്തിയെടുക്കുന്നിടത്ത് വലിയ രസകരമായ ഒരു സീനുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ ഹോളിവുഡ് സിനിമകളിൽ, ചില ആനിമേഷൻ സിനിമകളിൽ ചെന്നായ്ക്കൾ വന്നു പോകുന്ന ചില സംഗതിയാണ്, വർത്തമാനമൊക്കെ പറഞ്ഞു പോകുന്ന ചെന്നായ്ക്കൾ. അതുപോലെ ചെന്നായുടെ കണ്ണൊക്കെ വെച്ചിട്ടാണ് ആ സമയത്ത് ദളപതിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇളയ ദളപതി, ഏറ്റവും ചെറിയ ദളപതി. അവിടെ നിന്ന് മകൻ വളർന്ന് അപ്പനോടുള്ള റിവഞ്ചും മനസ്സിലിട്ട് പെരുപ്പിച്ച് അപ്പനെ കൊല്ലാനായി ഇന്ത്യയിലേക്ക് എത്തുന്നു. തനിക്കും തൻ്റെ കൂട്ടാളികൾക്കും പിടി വീഴുമെന്ന ഘട്ടത്തിൽ സ്വന്തം കാമുകയെ കൊല്ലാൻ മനസ്സ് കാട്ടുന്ന ദളപതിയുടെ മാസാണ്. അവിടെ വെച്ച് കാമുകയെ കൊല്ലാനായി ഒരു പദ്ധതിയൊക്കെ ഇടുന്നുണ്ടെങ്കിലും അവളെ കൊല്ലാതെ അവിടെ ഉപേക്ഷിച്ച് ചെറിയ മനസ്സാക്ഷി കാണിച്ച് വില്ലൻ ദളപതി പുറത്തേക്ക് പോകുമ്പോൾ അവിടെ മറ്റൊരു വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ യഥാർത്ഥ വില്ലൻ അല്ലെങ്കിൽ അവിടെ ഏറ്റവും കൂടെ നിന്ന് കുഴി തോണ്ടിക്കൊണ്ടിരുന്നത് സാക്ഷാൽ പ്രഭുദേവയായിരുന്നു എന്ന്. അങ്ങനെ വീണ്ടും ട്വിസ്റ്റ് നൽകി വെങ്കട് പ്രഭു സിനിമ മുൻപോട്ട് കൊണ്ടുപോകും. എന്തായാലും പിന്നീടുള്ള യാത്രയിൽ ഈ കാര്യങ്ങളൊക്കെ ഗാന്ധി മനസ്സിലാക്കും. അത് നമ്മൾ സ്ഥിരം സിനിമകളിൽ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. അവിടെ മകൾ നഷ്ടപ്പെടുന്ന പ്രശാന്തിനെ വെച്ച് നാടകങ്ങൾ കളിക്കുകയും അങ്ങനെ മുന്നോട്ട് മുന്നേറുന്ന സിനിമ അവസാന ഘട്ടത്തിൽ മാസ് കാണിച്ചുകൊണ്ട് ദളപതിയുടെ ഒരു എൻട്രി അവിടെ കെട്ടിയിടുമ്പോൾ അവിടുത്തെ ഒരു ട്വിസ്റ്റുമൊക്കെ പ്രേക്ഷകർ മുൻപിലേക്ക് വരുന്നതൊക്കെ നമ്മൾ സ്ഥിരമായി കാണുന്ന അല്ലെങ്കിൽ സ്ഥിരമായി പ്രതീക്ഷിക്കുന്ന സംഗതികളാണ്. അങ്ങനെ സിനിമ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ സ്വന്തം മകനെ അപ്പൻ വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ സിനിമ അവസാനിക്കുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവസാനം രണ്ടാം ഭാഗത്തിനായി ഒരു തുറുപ്പ് ചീട്ടും സംവിധാനം എടുക്കുന്നുണ്ട്. അത് ഏറ്റവും രസം, അവിടെ 4, 5, 6 വിജയികളെ ക്ലോണിങ്ങിലൂടെ ഉണ്ടാക്കിക്കൊണ്ടാണ് സംവിധായകൻ അടുത്ത സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്.
എല്ലാ റോളുകളും വിജയ് തന്നെ ചെയ്യും എന്ന് നമുക്ക് ഏതായാലും മനസ്സിലായിട്ടുണ്ട്. രണ്ടാം ഭാഗം വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് കാത്തിരുന്ന് കാണുകയും.